ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിന്നിനോട് ദേഷ്യം തോന്നാറുണ്ടോ? പല കാര്യങ്ങളിലാവാം അത്. അവർ തന്ന ട്രിഗേഴ്സിനാവാം, അവർ പ്രയോറിറ്റി തരുന്നില്ല എന്ന് ഉള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നില്ല എന്നാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് ഒരു സോൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സോൾ എന്താണ് എന്നൊക്കെ മനസ്സിലാവുന്നത് അല്ലേ? സ്റ്റിൽ നമ്മളുടെ കൗണ്ടർ പാർട്ട് ഒരു 3D ലെവലിലാണെങ്കിൽ ആലോചിക്കുന്നത് അവർക്കിത് മനസ്സിലാവില്ല. അവർക്ക് ഈ ഇൻറ്റൻസ് കണക്ഷനിൽ നിന്നും ഒളിച്ചോടാനാണ് തോന്നുന്നത്. കാരണം അവരിൽ നിന്നുമാണ് ഒളിച്ചോടുന്നത്. അപ്പോൾ അവരെ ആ 3D ലെവലിൽ നിന്നും ഒരു 5D ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ടാസ്ക് ആരുടേതാണ്? അത് നമ്മളുടേതാണ്. കാരണം ഇന്നർ വർക്കിലൂടെ നമ്മൾ എനർജറ്റിക്കലി അസെൻഡ് ആവുമ്പോൾ നമ്മളൊരു 5Dയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കോൺഷ്യസ്നെസ്സിലേക്ക് അവരും നമ്മളുടെ കൂടെ എനർജറ്റിക്കലി അസെൻഡായിട്ട് റിയലൈസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ കണക്ഷനെ കുറിച്ച് അവരിലേക്ക് നോക്കാൻ തുടങ്ങും. അപ്പോൾ അവർ റിയലൈസ് ആവും ഇതെന്താണ് കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊക്കെയും ഡിവൈൻ എനർജിയിലുള്ളവരാ അല്ലേ? ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സോൾസ് ആണ്, ഡിവൈൻ എനർജിയാണ്. അപ്പോൾ നമ്മളുടെ കൗണ്ടർ പാർട്ടും ഡിവൈൻ എനർജി തന്നെയല്ലേ? നമ്മളിലുള്ള എല്ലാ ഗുണങ്ങളും അവരിലും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെയും ഇതിനെയൊക്കെ അവർക്ക് റിയലൈസ് ആക്കി കൊടുക്കേണ്ട ഒരു ടാസ്ക് ആദ്യം അവേക്കൻ ആവുന്നവരുടെയാണ്. അതായത് അത് നമ്മളുടേതാണ്. അടുത്തതായിട്ട്, രണ്ടുപേരുടെയും ബോഡിയിലുള്ള സോൾ ഒന്നാണ്. അപ്പോൾ രണ്ടുപേരും ചെയ്യുന്നത് ഈ ഒരു സോളിൻ്റെ കാർമിക് ക്ലിയറൻസ് ആണ്. അതൊരു ടീം വർക്കായിട്ട് രണ്ടുപേരും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കാർമിക് ബാഗേജ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളും സോളിൻ്റെ കാർമിക് ക്ലിയറൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സോളിൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനെ ആ ഒരു സോൾ ലെവലിൽ എടുക്കാൻ പറ്റിയാൽ നമുക്ക് ആ പെയിൻ വരില്ല. അടുത്തതായിട്ട്, ഒരു ഹീലിംഗ് പ്രോസസ്സിലുള്ള ഒരു ഫെമിനൈൻ എനർജിയുടെ മസ്കുലൈൻ എനർജി എപ്പോഴും അവരുടെ കൗണ്ടർ പാർട്ടിനെ ചൂസ് ചെയ്യാറില്ല. ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു കാർമിക് പാർട്ട്ണറിനെ ആയിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അവരുടെ ജോലി ആയിരിക്കാം, അവരുടെ പേരൻസ് ആയിരിക്കാം. അതായത് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവർ അതർ പേഴ്സണെ, അതർ സിറ്റുവേഷനെ ചൂസ് ചെയ്യും നമ്മളെക്കാളും ഉപരിയായിട്ട്. അതവർക്ക് നമ്മളിൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നമ്മൾ എന്താണെന്ന് അവർക്കറിയാം, ആ ഒരു ഇൻറ്റൻസ് കണക്ഷൻ ആണെന്നറിയാം. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പേടി കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലൂടെ ഏറ്റവും കൂടുതൽ ട്രിഗർ കിട്ടുന്നത് നമുക്കുമായിരിക്കും. കാരണം ടോട്ടലി ഹീൽഡ് അല്ലാത്തത് കൊണ്ട് ഒരു 3D ലെവലിൽ ആലോചിച്ചുകൊണ്ട് നമ്മളവിടെ ട്രിഗർ ആവുകയും ആക്ച്വലി നമ്മളവിടെ ട്രിഗർ ആവുന്നത് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ പാറ്റേൺസ് കിടക്കുന്നത് കൊണ്ടാണ്. അത് പിന്നെ നമുക്ക് മനസ്സിലാവും, അത് പിന്നെ നമ്മൾ ഹീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഒരു ഇൻറ്റൻസ് കണക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ, അതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാർമിക് പാർട്ട്ണറിൻ്റെ കൂടെ അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ്റെ കൂടെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതും അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ ഡിവൈൻ മസ്കുലൈൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുന്നത് എല്ലായ്പ്പോഴും അവർക്ക് പഠിക്കാനുള്ള ലെസൺസ് പഠിക്കാനും നമ്മളുടെ സോളിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് ആ ഒരു ആത്മാവിനോട്, ആ ഒരു സോളിനോടുള്ള കർമ്മ തീർക്കാനുമാണ്. അപ്പോൾ ഇവിടെ പിന്നെയും രണ്ട് ബോഡിയിലുള്ള ഒരു സോളിൻ്റെ കാർമിക് ക്ലിയറൻസ് ആണ് നടക്കുന്നത്. അവർ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ആവുമ്പോഴൊക്കെയും നമുക്ക് തരുന്ന ട്രിഗേഴ്സ് ആക്ച്വലി സോൾ ലെവലിൽ അതിൻ്റെ മീനിങ് എടുത്താൽ ഇതൊക്കെയും നമ്മളുടെ സോളിൻ്റെ അൺഹീൽഡ് പാർട്ടാണ്. ഇതൊക്കെയും നീ ഹീൽ ചെയ്യുക, എത്രയും പെട്ടെന്ന്
എന്ന് പറഞ്ഞ് അവർ മിറർ ചെയ്ത് കാണിക്കുന്നതാണ്. ആക്ച്വലി ഈ 3D ലെവലിലുള്ള അവരുടെ ബോഡിക്കോ മൈൻഡിനോ ഇതൊന്നും അറിയില്ല. ഇതൊക്കെ ഒരു ഡിവൈൻ പ്ലാനിൻ്റെ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ നമ്മളൊരു 3D ലെവലിൽ ആലോചിച്ച് അവരോട് ദേഷ്യം കാണിച്ചിട്ടോ അവരോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല. കാരണം അവർ നമ്മളുടെ മിറർ സോളാണ്. അവരാണ് നമ്മളുടെ ഗുരു, അൾട്ടിമേറ്റ് ഗുരു. ആൻഡ് കാർമിക്സിനേക്കാളും ഉപരിയായിട്ട് ട്രിഗർ തരുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ നമ്മൾക്കിവിടെ എന്തുകൊണ്ടാണ് ഒരു ദേഷ്യം അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് വരാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. അതായത് സോൾ ലെവലിൽ നമ്മൾ ചെയ്ത ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അത് നമുക്കറിയില്ല എന്താണെന്ന്. അതറിയാതെ ഒരു 3D ലെവലിൽ ആലോചിക്കുമ്പോൾ നമ്മൾ അറ്റ് എനി കോസ്റ്റ് ഈ സിറ്റുവേഷനെ ഞാൻ കൺട്രോൾ ചെയ്തേ എന്ന് പറ്റൂ എന്ന് വിചാരിക്കും. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. പിന്നെ എൻ്റെ കല്യാണപ്രായം കഴിഞ്ഞു, അവർ ഇനിയൊരു മാരേജ് കഴിച്ചു അല്ലെങ്കിൽ മാരേജിലാണ്, ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെയും കുറേ ക്വസ്റ്റ്യൻസ് വരും നമുക്ക്. പിന്നെ വന്നിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഉള്ളവർ ഞങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ പേടികൾ കാണും. ഇതിനെയൊക്കെയും ഹീൽ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനില്ല. കാരണം ഇനിയൊരു പേടി എല്ലാവർക്കും വരുന്നത്, കൂടുതൽ ആൾക്കാരും ഒരു മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ജേർണിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്കും ഏജ് ഫാക്ടർ ഇവിടെ പേടിയായിട്ട് വരുന്നുണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു സോൾ ജേർണിയാണ്. സോളിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഡിവൈൻ തന്നിട്ടുള്ള ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണിത്. ഇതിനെ ഒരു 3D ലെവലിലേക്ക് കൊണ്ടുവന്നാൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ സോൾ ലെവലിൽ ആലോചിക്കുക, ഇന്നർ വർക്ക് ചെയ്യുക, ജേർണീനെ സറണ്ടർ ചെയ്യുക. കാരണം ഇതൊരു പ്രീ ഡിസൈഡഡ് ജേർണിയാണ്, അത് ഡിവൈനാൽ ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു ജേർണിയാണ്. അപ്പോൾ ഈ പേടികളെയും ഈ ടൈം ലൈൻ വെച്ച് യൂണിയൻ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കാതെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുക, ഈ ജേർണിയിൽ ട്രസ്റ്റ് വെക്കുക, ക്ഷമയോടെ കാര്യങ്ങളെ നോക്കിക്കാണുക, ഒരു സിറ്റുവേഷനെയും കൺട്രോൾ ചെയ്യാതെ അതിനെ ലെറ്റ് ഗോ ചെയ്ത് അതേപടി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഡിവൈനുമായിട്ടൊരു കണക്ഷൻ എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഈ ജേർണിയിൽ നമുക്കുള്ളത് ഡിവൈൻ മാത്രമാണ്. നമ്മൾ ഒരു പ്രശ്നത്തിലിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ ട്വിൻ ഫ്ലെയിം നമ്മളെ രക്ഷിക്കാൻ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സോളിന് ആ ക്യാപ്പബിലിറ്റി ഉണ്ട്. നമ്മുടെ ഒരു ബെസ്റ്റ് വെർഷനിൽ വരാൻ ആയിട്ട് അവരങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവരൊരു പക്ഷേ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് തന്നാൽ നമ്മളവിടെ കോ ഡിപ്പെൻഡൻസിയിൽ വരും. അപ്പോൾ നമ്മളുടെ ഒരു ഒത്തൻറ്റിസിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഡിവൈൻ അവരെ നമ്മളിൽ നിന്നും നമ്മൾ ടോട്ടലി ഹീലായി നമ്മളുടെ ബെസ്റ്റ് വെർഷനിൽ എത്തുന്നോടം വരെ മാറ്റി നിർത്തുന്നത്. സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്ലൂഷൻ മാത്രമാണ്. ആക്ച്വലി ട്വിൻസ് എല്ലായ്പ്പോഴും ഒന്നാണ്, ഒരു സോളാണ്. എനർജറ്റിക്കലി അവർക്ക് രണ്ടുപേരും എല്ലായ്പ്പോഴും കണക്റ്റഡ് ആണ്. അവർ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ലോകത്തിൻ്റെ ഏതൊരു കോണിലും ആയിക്കോട്ടെ. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക, സെൽഫ് ഫോക്കസ്ഡ് ആയിരുന്ന് സ്വന്തം ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്പിരിച്വൽ വർക്ക് ചെയ്യുക. ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന് ആൻഡ് റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.